ഇനി കണക്കുകൾ സത്യം പറയട്ടെ. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ മോദി സർക്കാർ കേരളത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യം. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ പഴയ വീഞ്ഞിന്റെ കുപ്പിയല്ല തുറക്കേണ്ടത്, വികസനത്തിന്റെ കണക്ക് പുസ്തകമാണ്. ആ കണക്കുകൾ മോദി സർക്കാരിന്റെ ധവളപത്രം പറയും. തിരുവനന്തപുരത്ത് നിന്ന് ടിൻഡുദാസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മോദിയുടെ ഗ്യാരണ്ടി ഇതൊരു പരസ്യവാചകമല്ല, സംസ്ഥാനത്തിന്റെ അടിസ്ഥാന മേഖലകളിലേക്ക് വേരാഴ്ന്നിറങ്ങിയ വികസനത്തിന്റെ ആപ്തവാക്യം. അതാണ് ധവളപത്രത്തിലൂടെ വിവരിക്കുന്നത്. മോദി സർക്കാർ ഇറക്കിയ ധവളപത്രം കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങളെല്ലാം ഒറ്റ വിരൽത്തുമ്പിൽ. റെയിൽവേ, റോഡ്, ആരോഗ്യം, വിദ്യാഭ്യാസം, വിനോദസഞ്ചാരം, അടിസ്ഥാന സൗകര്യം തുടങ്ങിയ മേഖലകളിലെ സമഗ്രമായ വികസന പ്രവർത്തനങ്ങളുടെ കണക്കുകളാണ് ജനങ്ങൾക്കായി വിശദീകരിക്കുന്നത്. ജൽജീവൻ മിഷൻ മുതൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം വരെയുള്ള 17ഓളം ജനകീയ പദ്ധതികൾ എല്ലാം പൂർത്തീകരിച്ചവ. കുടിവെള്ള വിതരണത്തിലുണ്ടായ വിപ്ലവകരമായ മാറ്റം. 19,93,246 പൈപ്പ് കണക്ഷനുകൾ. ഗുണമേന്മയുള്ള മരുന്നുകൾ മിതമായ വിലയിൽ വിറ്റഴിക്കാൻ 973 ജൻ ഔഷധി കേന്ദ്രങ്ങൾ. സ്വച്ഛ് ഭാരത് മിഷനിലൂടെ 1495 ശൗചാലയങ്ങൾ. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയിലൂടെ 1,11,152 ഗ്യാസ് കണക്ഷനുകൾ. പ്രധാനമന്ത്രി സൗഭാഗ്യ യോജനയിലൂടെ ഊർജ വിതരണ മേഖലയിലെ 100% വികസനം. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതി വഴി 1,51,77,147 ഉപഭോക്താക്കൾക്ക് ഭക്ഷ്യവിതരണം. പ്രധാനമന്ത്രി ആവാസ് യോജന വഴി 1,94,552 വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കി. പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന വഴി 2,400 കിലോമീറ്റർ റോഡുകൾ. ആയുഷ്മാൻ ഭാരത് യോജന വഴി 74,03,445 ഉപഭോക്താക്കൾ. നാഷണൽ അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം വഴി 4,25,051 യുവാക്കൾക്ക് തൊഴിൽ പരിശീലനം നൽകി. ഇങ്ങനെ തുടങ്ങുന്ന വികസന പ്രവർത്തനങ്ങൾ എല്ലാത്തിനും വ്യക്തമായ കണക്കുകളുണ്ട്. ജനങ്ങൾക്ക് ഉപയോഗപ്രദമായവ ചർച്ച ചെയ്യട്ടെ. ഇതിനോടൊപ്പം വന്ദേ ഭാരതും വിഴിഞ്ഞം തുറമുഖവും ദേശീയപാത വികസനവും കൂട്ടിച്ചേർക്കണം. ഇത്തരം വികസനങ്ങളിലെ ആവശ്യം രാജ്യത്തെ സാമ്പത്തികമായും സാങ്കേതികമായും പുരോഗതിയിലെത്തിക്കാൻ അടിസ്ഥാന വർഗം ഒരു സ്റ്റെപ്പ് കൂടി ഉയർന്നാൽ മതിയാവും. അവിടെയാണ് മോദിയുടെ പ്ലാനിംഗ്. ഇത് ഇങ്ങനെ തന്നെ തുടരട്ടെ. ഇത് മോദിയുടെ ഗ്യാരണ്ടി. ടിൻഡുദാസ്, ജനം, തിരുവനന്തപുരം.